UI Pass എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ ഡയറക്റ്റ് വഴിയും ചെയ്യാം. എന്നാലും ഞാൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്തത്. ഇത് 2 ഓപ്ഷൻ ഉണ്ട്, കമ്പനി ലോഗിൻ ആൻഡ് ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ നമ്മുടെ നമ്പർ ചോദിക്കും, അതായത് UI നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പം വിസിറ്റിങ്ങിന് വരുന്നവർ ഫസ്റ്റ് തന്നെ UI നമ്പറൊക്കെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് UI Pass ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം. അല്ലെ നമുക്ക് പുറത്തുനിന്നൊക്കെ പോയി ചെയ്ത എക്സ്ട്രാ 10-300 രൂപ 300 ദിർഹം അല്ല അതിന് മേളിൽ കൊടുക്കേണ്ടി വരും. വളരെ സിമ്പിളാണ് സംഭവം. അങ്ങനെ അടുത്ത ഇതിലോട്ട് വരും. സോ സർവീസ് എന്ന ഓപ്ഷൻ നിൽക്കുക. സർവീസ് ഫോർ ഇൻഡിവിജ്വൽ. നമ്മൾ ഒറ്റക്കല്ലേ, അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് സർവീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്താ പറയുക, നാട്ടിൽ നിന്ന് തന്നെ അറ്റസ്റ്റേഷൻ ചെയ്ത് വരിക. അപ്പോൾ അടുത്ത ഓപ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അറ്റസ്റ്റേഷൻ ഇൻ ദ UAE എംബസി ആൻഡ് കോൺസുലേറ്റ് അബ്രോഡ്. നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് നമ്മൾ ചെയ്ത്, അതായത് നമ്മൾ ഇന്ത്യയിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ UAEയിലാണുള്ളത്. അപ്പോൾ അറ്റസ്റ്റേഷൻ ഇൻ ദ UAE ക്ലിക്ക് ചെയ്യാം. നമ്മൾ UAE എംബസി ആൻഡ് കോൺസുലേറ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്തത് അതായിരുന്നു. ഓക്കെ, അതാണ് പറഞ്ഞത്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയാൽ മീൻസ് ചരിത്രമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. കൊറിയർ ആണ്, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കാം. ഞാനെടുത്തത് എമിറേറ്റ്സ് പോസ്റ്റ് ആണ്. അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമില്ല. അത് നിങ്ങൾ ഡിപ്പെൻസ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഇൻഡിവിജ്വൽ സഫയർ ഡോക്യുമെൻറ്റ്സ് ഓഫ് സർട്ടിഫിക്കേഷൻ, കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്, ഇൻവോയ്സ്. നമുക്ക് ഇൻഡിവിജ്വൽസ് ആണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. പിന്നെ ഒറിജിൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ഔട്ട്സൈഡ് UAE. നമുക്ക് അത് ഇഷ്യൂ ചെയ്ത് ഔട്ട്സൈഡ്. അപ്പോൾ എൻ്റെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പം അത് ഔട്ട്സൈഡ് ആണല്ലോ, അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഡോക്യുമെൻ്റ് ഒറിജിൻ കൺട്രി ഏതാണെന്നുള്ളത് നമ്മൾ ഇതുപോലെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നുള്ളത് ചൂസ് ചെയ്യാൻ ശേഷം എത്ര ഡോക്യുമെൻ്റ് ഉണ്ട് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. എനിക്ക് 2 ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു അറ്റസ്റ്റേഷൻ ചെയ്യാൻ. അത് ചൂസ് ചെയ്തു. ഇവിടെ ഈ ഒരു ഇതിൽ SA എന്ന് കൊടുക്കുക. ഇനി ഞാൻ സ്വയമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഐ ആം ദ അപ്ലിക്കൻ്റ് എന്നുള്ള കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഡെലിവറി ടൈപ്പ് നമ്മൾ മുകളിൽ ചൂസ് ചെയ്തിരുന്നു അരമാക്സ് എന്നുള്ളത്, അത് ഇവിടെ ചൂസ് ആകാം. പോസ്റ്റ് സർവീസ് ഉണ്ട്, അപ്പോൾ അത് അവർക്കൊരു കൊറിയർ ചാർജ് വരും. ചിലത് 40 ദിർഹം, ചിലത് 31 ദിർഹം. നമ്മുടെ സർവീസ് പോലെ. റെഗുലർ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ്, ഫീസ് 40 ദിർഹം. എക്സ്പ്രസ് വിത്ത് സെയിം ഡേ ഫ്രീ. അതായത് ചിലപ്പം അന്ന് തന്നെ കിട്ടുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി പേയ്മെൻറ്റ് കൂടും, അല്ലാതെ ഇച്ചിരി കുറയും. പിന്നെ നമ്മുടെ നെയിം സെലക്ട് ഏത് എമിറേറ്റാണെന്നുള്ളതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കും. അഡ്രസ്സൊക്കെ എഴുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഏത് എമിറേറ്റാണെന്നുള്ളത്. പിന്നെ അതുപോലെ നമ്പറും കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കണം. നമ്മളതിലൊന്നും നമ്മൾ ഉഴപ്പ് വിചാരിക്കരുത്. ഓക്കെ, പിന്നെ അഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കോമ അങ്ങനെയൊന്നും നാട്ടിലെ പോലെ ചെയ്യരുത്. ജസ്റ്റ് സ്പേസ് കൊടുത്ത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണം മുനീർ, മൻസിൽ, ആലപ്പുഴ, അല്ല നാട്ടിലൊക്കെ നമ്മൾ കോമ ഇടാതെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ അങ്ങനെയാണ്. ഇപ്പം ഡോക്യുമെൻറ്റ് പിക്കപ്പ് ഡേറ്റ് ബൈ ഡെലിവറി കമ്പനി അത് നമ്മൾ മെൻഷൻ ചെയ്യുക. നമ്മൾ ഇത്രയും ചെയ്ത പ്രൊസീജിയർ അവിടെ കാണിക്കും. ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള പുതുപുത്തൻ വാർത്തകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.